നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയ. വെറുതെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അത് അറുത്തു മാറ്റരുത്. ഞാൻ ഒരിക്കലും നിന്നെ മറന്ന് ജീവിച്ചിട്ടില്ല. നിന്റെ സാന്നിധ്യമല്ലാതെ മറ്റൊരു പെണ്ണിന്റെ സാന്നിധ്യം മോഹിച്ചിട്ടില്ല. എന്റെ ജീവന്റെ ഒരു ഭാഗമാണ് നീ. നാണയില്ലേ നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ? ഒരാളെ എത്ര തവണ പൊട്ടിയാക്കാൻ കഴിയും? ഞാൻ ഒരിക്കലും നിന്നെ പൊട്ടിയാക്കാൻ ശ്രമിച്ചിട്ടില്ല മോളെ. എന്റെ രക്തത്തിൽ പിറന്ന നമ്മുടെ മക്കളുടെ മുഖം മറന്ന് ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. നീ ഇപ്പൊ സഞ്ചരിക്കുന്നത് ഒരു മിഥ്യാലോകത്തിലൂടെയാ. ആ ലോകത്തിൽ നിന്റെ വേണുവട്ടൻ വഞ്ചിക്കാൻ മാത്രം അറിയാവുന്ന നീചനും പരസ്ത്രീ ബന്ധമുള്ള ഒരു വിടനുമാണ്. എന്നെങ്കിലും നീ ആ ലോകത്തുനിന്ന് പുറത്തു കിടന്ന അന്ന് നിനക്ക് മനസ്സിലാവും നീ നിന്റെ ഭർത്താവിനോട് ചെയ്തൊക്കെ തെറ്റായിരുന്നുവെന്ന്. അന്ന് നീ എന്റെ സാമീപ്യത്തിനായി കൊതിക്കും. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി എന്റെ കാൽക്കൽ വീണ് മാപ്പിരക്കും. സങ്കല്പങ്ങൾ കൊള്ളാം. അങ്ങനൊരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കില്ല. അതിനു മുമ്പ് ഞാൻ പോകും. കള്ളവും ചതിയില്ലാത്ത ലോകത്തിലേക്ക്. മൃദുലേ, വേണ്ട, ഇനി നിങ്ങളൊന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. പോ, എന്റെ കൺമുന്നിൽ പോ. എനിക്ക് കാണണ്ട. പോ, പോകാൻ. എനിക്ക് കാണണ്ട. അയ്യോ, എനിക്ക് കാണണ്ട നിങ്ങളെ. എന്റെ പൊന്നു മോളെ, പോ. എന്താ പറ്റി? മോളെ, എന്നെ തൊടരുത്. മോളെ, എന്റെ മോടെ സമനില തെറ്റിയോ? എന്റെ ഈശ്വര, എന്താ മോളെ? നിനക്ക് എന്താ മോളെ? എനിക്ക് എന്താ പറ്റിയെന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്റെ സമനില തെറ്റി. എനിക്കിപ്പോ മുഴുവൻ വട്ട. ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലാ ഈ വീടിനൊക്കെ നല്ലത്. കഴിഞ്ഞതൊക്കെ മറക്കാൻ എന്തെങ്കിലും ഒരു മെഡിസിൻ ഉണ്ടെങ്കിൽ താ. ഞാനൊന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങട്ടെ. എന്റെ പൊന്നു മോളെ. ഈശ്വര, വേണു, വേണു, എന്തു പറ്റി? അയ്യോ, ബൈജു, ബൈജു, എന്താ? നീ വന്നേ. എന്തു പറ്റി? ഇയാളുടെ തല പൊട്ടി ചോര ഒലിക്കുന്നു. എങ്ങനെ? അറിയില്ല. താനൊന്ന് പിടിക്കേ. ഒത്തിരി ചോര പാർന്നു പോയിരിക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. താൻ വണ്ടി ഇറക്ക്. ബോസിനോടൊന്ന് പറയാതെ. ബോസ് വരുന്നവരെ കാത്തു നിന്നാ ഇയാൾ ചത്തുപോകും. ബോസിനോടൊക്കെ പിന്നെ പറയാം. താൻ പിടിക്കേ. രാവിലെ എഴുന്നേറ്റപ്പോ നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. തല പൊക്കാൻ കഴിയുന്നില്ലത്രേ. എന്നാ ഡോക്ടറെ കാണാന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? അതുമില്ല. എന്താടോ ഡോക്ടർ അത്രയ്ക്ക് ഭീകരനാ? ഈ ഹോർമോണുകളുടെ വ്യത്യാസം അനുസരിച്ച് ഓരോ മനുഷ്യനും ഓരോ തരക്കാരാ. ഊർമിളയുടെ രക്തത്തില് ഭയം അലിഞ്ഞു ചേർന്നിരിക്കുക. ഭയം മാത്രമല്ല, അതിയായ ആകാംക്ഷയും ചിന്തയും ഒക്കെ ഉണ്ട് തനിക്ക്. ചെറിയ ഒരു സംഭവം ഉണ്ടായാ അത് മതി പിന്നെ അന്നത്തെ ദിവസം പോയി കിട്ടാൻ. ആരോ ഊർമിളയെ പിന്തുടരുന്നു ഒരേ പല്ലവിയാ. ആരാ ഇപ്പൊ ഊർമിളയെ പിന്തുടരാൻ? ആരോ വന്നൊരു ഫോട്ടോ എടുത്തെന്ന് കരുതി ഇത്രയൊക്കെ ടെൻഷൻ ആകേണ്ട കാര്യമുണ്ടോ? ഫോട്ടോ എടുക്കാൻ മാത്രമല്ല ഡോക്ടർ, അതിനു മുമ്പൊരു ദിവസം എന്റെ മുറിക്ക് പുറത്ത് ആരൊക്കെയോ വന്നിരുന്നു. അറിയാം, ശ്യാം ഒക്കെ പറഞ്ഞു. പട്ടാപ്പകല് വാതില് തല്ലി തുറന്ന് മോഷണം നടത്തുന്ന കാലമാ. അപ്പൊ പിന്നെ രാത്രിയിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നതിനാണോ പ്രയാസം? നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അജ്ഞാതരായ ഏതോ ക്രിമിനൽസിനെ കുറിച്ചുള്ള അന്വേഷണമല്ല, മറിച്ച് തൻ്റെ ആരോഗ്യം. ടെൻഷൻ കയറിയ സ്ഥിതിക്ക് ബിപിയും താറുമാറായി കാണുമല്ലോ. ശരിക്കും അതിനെയാണ് ഭയക്കേണ്ടത്. വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് താൻ തന്നെക്കുറിച്ച് ബോധവതിയാകുക. ഒരമ്മയാണെന്ന് സത്യം തിരിച്ചറിയുക. ഉള്ളിൽ
ഒരു ജീവൻ തുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഞാൻ പറയുന്നതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരി, എന്നാ ഇനി ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് ആയിക്കളെ. എന്താ? എന്തു പറ്റിയതാ? വീടിന്റെ മുന്നിലെ സ്റ്റെപ്പിൽ കാല് വഴുതി വീണതാ. ഒബ്സർവേഷൻ വാർഡിലേക്ക് എടുത്തിക്കോളൂ, ഞാൻ വരാം. ഈ മരുന്നുകൾ 3 ദിവസം കഴിച്ചതിന് ശേഷം എന്നെ ഒന്ന് കാണും. അവനെവിടെ പോയി? ആ ബാത്റൂമിലൊക്കെ തരേ. അവരെവിടെയെങ്കിലും കാണും ശകനം മുടക്കി. അവനെ നോക്കാൻ ഏൽപ്പിച്ചവരെയും കാണുന്നില്ലല്ലോ. ഷിറ്റ്. ബോസ്, ദേ. അപ്പോ ഒരു മൽപ്പിടുത്തം നടന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. ആ ഫോട്ടോ കണ്ടത് മുതൽ അവന് ഭ്രാന്ത് ഇളകിയിരുന്നു. ഇനിയൊരു പക്ഷേ ബൈജുവിനെ നന്ദയും കബളിപ്പിച്ചിട്ട് അവൻ മുങ്ങിയതാണോ? എങ്കിൽ പിന്നെ ബൈജു നന്ദ എവിടെ? വേണു രക്ഷപ്പെട്ടാ പിന്നെ അവരെന്റെ മുമ്പിൽ നിൽക്കൂ റാസ്കൽ. എന്റെ കണ്ണെത്താ ദൂരത്തേക്ക് ഓടി മറയില്ലേ? ഇവിടെയെങ്കിലും കാണുന്നില്ല ബോസ്. ഓ, പിന്നെ എവിടെ അവൻ? എനിക്കറിയില്ല ബോസ്. അറിയില്ല അറിയില്ല അറിയില്ല, ആർക്കും ഒന്നും അറിയില്ല. യൂസ്ലെസ്. കൂട്ടുപിടിച്ചത് മണ്ടന്മാരെയാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ. എന്നിട്ട് നിന്നെയൊക്കെ നിലനിർത്തിയതാ എന്റെ തെറ്റ്. എന്താ മിഴിച്ചോണ്ട് നോക്കിയിരിക്കുന്നത്? പോയി അന്വേഷിക്ക്. വേണുവിനെ കിട്ടാതെ എന്റെ മുന്നിലേക്ക് വന്നാ അവനോടുള്ള ദേഷ്യം നിന്നോടൊക്കെ ആയിരിക്കും തീർക്കുക. മനസ്സിലായോ? ഹലോ ബോസ്, ഞാൻ നന്ദയാ. നീ ഇത് എവിടെയാ? ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? അതെ ബോസ്, വേണുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അവനെന്തു പറ്റി? തല ഭിത്തിയിലിടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് അവൻ ചത്തോ? ഇല്ല ബോസ്, പക്ഷേ അയാളുടെ നില ഗുരുതരോ. നിങ്ങളിപ്പോ ഏത് ഹോസ്പിറ്റലാ നിൽക്കുന്നേ? ഞങ്ങള് ഇവിടെ അടുത്ത് ആതിര മിഷൻ ഹോസ്പിറ്റലാ. നാശം. നിങ്ങൾ എന്തിനാ അവനെയും കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോയത്? പെട്ടെന്ന് ബ്ലഡ് ഒരുപാട് പോയപ്പോ അങ്ങോട്ട് കെട്ടിയെടുത്തു. ആരെങ്കിലും അവനെ തിരിച്ചറിഞ്ഞ അവൻ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ വിലങ്ങും വീഴും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെയൊക്കെ കൊന്നിട്ടേ ഞാൻ ജയിലിൽ പോവും. തലയും തലച്ചോറുമില്ലാത്ത കഴുതകള്. അവൻ ആതിര മിഷൻ ഹോസ്പിറ്റലിലുണ്ട്. നല്ല തളർച്ചയുണ്ട് ഇയാൾക്ക്. ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായതുപോലെ. അതെ ഡോക്ടർ, എന്ത് കൊടുത്താലും കഴിക്കാറില്ല. എന്തെങ്കിലും കഴിച്ചാ അത് വൊമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ആഹാരം കഴിക്കാത്തതിന്റെ തളർച്ച കൊണ്ടാണോ സ്റ്റെപ്പിൽ നിന്ന് വീണേന്നറിയില്ല. ഇത്രയ്ക്ക് സീരിയസ് ആയ ഒരാളെ
എന്താ ഇതുവരെ ട്രീറ്റ് ചെയ്യായിരുന്നു? അത് നിങ്ങൾ ഈ പേഷ്യന്റിന്റെ ബന്ധുവാണോ? ആ അതെ, എന്റെ കസിനാ. ബോഡി വീക്കാ, 1-2 ദിവസം കൂടെ കിടക്കേണ്ടി വരും. അതിപ്പോ കിടന്നില്ലെങ്കിൽ ഇയാളുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അത്രയ്ക്ക് മോശമാണ് കണ്ടീഷൻ. നിങ്ങളൊന്ന് പുറത്തുനിന്ന്. കുറഞ്ഞത് ഡെലിവറി കഴിയുന്നവരെയെങ്കിലും ആങ്സൈറ്റി കളയുക. ഒന്നിനെക്കുറിച്ചും അമിതമായ ചിന്ത വേണ്ട. സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കുക. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വൈദ്യശാസ്ത്രത്തെക്കാൾ പ്രാധാന്യം അമ്മയുടെ ആരോഗ്യം തന്നെയാണ്. അമ്മ തന്നെയാണ് ഇവിടെ കുട്ടിയുടെ യഥാർത്ഥ ഡോക്ടർ. ആ സത്യം അറിഞ്ഞ് മുന്നോട്ട് പോവുക. ഇതുപോലൊരു തൊട്ടാവാടിയെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഡോക്ടർ. സാരമില്ല, നമുക്ക് ഇയാളെ ബോൾഡാക്കി എടുക്കാം. ഇയാളുടെ ഭർത്താവോടൊന്നെങ്കിൽ വന്നോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ശ്യാമിനെ കൂടെ ഒന്ന് കാണണം. ആയിക്കോട്ടെ.